ഇന്ന് സോഷ്യൽ മീഡിയകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിലെ ചില മുഫ്തിമാരെ നമുക്ക് കാണാം. ചില സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മുല്ലമാരെ, ചില മുല്ലാക്കന്മാരെ നമുക്ക് കാണാം. ചില ഉസ്താദ് കുട്ടികളെ നമുക്ക് കാണാം. അവർ വല്ലാതെ ഇന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ് നബിദിനം എന്ന് പറയുന്നത്. അത് ബിദ്അത്താണെങ്കിലും ബിദ്അത്തുൻ ഹസനയാണ് നബിദിനം എന്നവർ പറയുകയാണ്. അവരെത്രത്തോളം എന്ന് ചോദിച്ചാൽ ബിദ്അത്തിനെ പുകഴ്ത്തി അത് സുന്നത്തിലേക്കും അത് വാജിബിലേക്കും എത്തിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരം ആളുകളോട് ആത്യന്തികമായി പറയുവാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനമാണ്. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ കൊണ്ടുവന്ന ദീനിൽ അല്ലാഹുവിനോ പ്രവാചകനോ സ്വഹാബികൾക്കോ പരിചയമില്ലാത്ത ഈ നബിദിനം എന്ന് പറയുന്നത് അത് ബിദ്അത്ത് തന്നെയാണ്. അത് വഴിപിഴച്ച ളലാലത്തായ ബിദ്അത്ത് തന്നെയാണ്. ആ ളലാലത്തുകൾ മുഴുവനും നരകത്തിലാണ് എന്നാണ് ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ഇനി എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഒരു ബിദ്അത്തുൻ ഹസനയെ കിട്ടിയത് എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മഹാനായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും പിന്നീട് അത് നിർബന്ധമാക്കുമോ എന്ന ഭയത്താൽ പ്രവാചകൻ നിർത്തിവെക്കുകയും ചെയ്ത പ്രവാചകന്റെ അമൽ കൊണ്ട് സ്ഥിരപ്പെട്ട തറാവീഹ് നമസ്കാരം, ആ തറാവീഹ് നമസ്കാരം പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് പിന്നീടും ജമാഅത്തായി കൊണ്ടുവന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഇതെത്ര നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വാചകത്തെ എടുത്തുകൊണ്ട്, ഈ ഒരു വാചകത്തെ കോട്ടിമാട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ മൗലിദുൻ നബി പ്രവാചകന്റെ ജന്മദിനവും ബിദ്അത്തുൻ ഹസനയാണ് എന്നാണ് ചില ആളുകൾ സമർപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 117-ാമത്തെ ആയത്ത്, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആയത്ത്. ബദീഉസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളെ മുൻധാരണയില്ലാതെ ഉണ്ടാക്കിയവനാണ് റബ്ബ് എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, അൽ ബിദ്അത്തു അലാ ഖിസ്മൈൻ, ബിദ്അത്തിനെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. താറത്തൻ തകൂനു ബിദ്അത്തൻ ശർഇയ്യ, ഒന്നാമത്തെ ബിദ്അത്ത് എന്ന് പറയുന്നത് ശർഇയ്യായ ബിദ്അത്താണ്. ഏതുപോലെ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, ദീനിലേക്ക് കൊണ്ടുവരുന്ന അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബികളിൽ നിന്നും മാതൃകയില്ലാത്ത പുതിയ ചില ആചാരങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരിക വലാലത്തായ വഴികേടായ ബിദ്അത്താണത്. എന്നാലോ വതാറത്തൻ തകൂനു ബിദ്അത്തൻ ലുഗവിയ, ചില ഭാഷാപരമായി കൊണ്ട് ബിദ്അത്ത് എന്ന് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഏതുപോലെയാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് ജമാഅത്തായി കൊണ്ടുവന്നപ്പോ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെത്ര നല്ല ബിദ്അത്താണ് എന്ന രൂപത്തിൽ ബിദ്അത്തുൽ ലുഗവിയയായി കൊണ്ട്, വെറും ഭാഷാപരമായി കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മാസമെടുത്ത് ഒരു പ്രത്യേക ദിവസമെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബിദ്അത്തായ അനാചാരം, ഈ അനാചാരത്തെ വെളുപ്പിക്കാൻ, ഈ അനാചാരത്തിനെ വെള്ളപൂശാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ഭാഷാപരമായ സംസാരത്തെ കോട്ടിമാട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.